ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ തൊലി മാറ്റിയെടുക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ സൂത്രം ഒന്ന് ചെയ്തു നോക്കൂ. നിമിഷ നേരം കൊണ്ട് എത്ര കിലോ ചുമന്ന ഉള്ളിയും വെളുത്തുള്ളിയും പെട്ടെന്ന് തന്നെ തൊലി മാറ്റി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ ഒരുപാട് വേണ്ട സമയത്തൊക്കെ ഇറച്ചിക്കറി വെക്കുമ്പോഴും വെളുത്തുള്ളി അച്ചാറിടുന്ന സമയത്തുമൊക്കെ ഈ ടിപ്പ് ചെയ്താൽ മതി. ഇതിൻ്റെ തോല് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് ഈ വെളുത്തുള്ളി എങ്ങനെയാണ് ഓരോ ഉള്ളികളായി പെട്ടെന്ന് തന്നെ എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. വെളുത്തുള്ളിയുടെ ഈ കട്ടിയായിട്ടിരിക്കുന്ന തണ്ടിൻ്റെ സൈഡ് ഒന്ന് മുറിച്ചു മാറ്റിയ ശേഷം കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ഓരോ ഉള്ളികളായി വേർപെട്ട് കിട്ടും. നോക്കൂ, എത്ര പെട്ടെന്ന് തന്നെ ഓരോ ഉള്ളികളായി നമ്മൾ അടർത്തിയെടുത്തെന്ന്. ഇതുപോലെ തന്നെ എത്രമാത്രം വെളുത്തുള്ളി നമുക്ക് ഓരോന്നായി പെട്ടെന്ന് തന്നെ അടർത്തിയെടുക്കാൻ പറ്റും. ഒരുപാട് ബലം ഒന്നും പ്രയോഗിക്കേണ്ട. കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനിയും കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന കല്ലിൻ്റെ പിടി കൊണ്ട് ചെറുതായി ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി. വളരെ പെട്ടെന്ന് തന്നെ ഓരോന്നായി അടർന്നു വരും. ഇനി ഓരോ വെളുത്തുള്ളിയുടെയും തൊലി എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മളിങ്ങനെ ഓരോന്നായി അടർത്തിയെടുത്തിരിക്കുന്ന വെളുത്തുള്ളികളെല്ലാം ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഒന്ന് മുക്കി വെച്ചാൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞ് കൈകൊണ്ടൊന്ന് ഞെരടി കൊടുത്താൽ മാത്രം മതി. നമുക്ക് കാണാൻ പറ്റും വെളുത്തുള്ളിയുടെ തൊലികളെല്ലാം മാറുന്നത്. ഇതിലെ തൊലിയെല്ലാം മാറ്റിയ ശേഷം 1-2 പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഞെരടി കഴുകിയെടുക്കുക. നോക്കൂ, എത്ര പെട്ടെന്ന് തന്നെ നമുക്ക് വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയെന്ന്. രണ്ടാമത്തെ മെത്തേഡ് ഇതാണ്. കയ്യിൽ അല്പം എണ്ണയെടുത്ത് വെളുത്തുള്ളിയിൽ തേച്ച് കൊടുത്ത് നല്ലതുപോലെ നിരത്തി കൊടുത്ത് നല്ല വെയിലത്ത് 1 മണിക്കൂർ വെക്കുക. 1 മണിക്കൂറിന് ശേഷം അതെടുത്ത് ആ ചൂടോടുകൂടി തന്നെ 2 കൈ കൊണ്ട് ഒന്ന് ഞെരടി എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ തോല് മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ തൊലിയെല്ലാം ഒന്ന് പേറ്റി കൊടുത്ത് 1-2 പ്രാവശ്യം ഇങ്ങനെ ഞെരടി എടുക്കുമ്പോഴേക്കും നമ്മുടെ വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ തന്നെ ക്ലീനായി കിട്ടും. അപ്പോൾ ഇങ്ങനെയും എത്ര കിലോ വെളുത്തുള്ളി വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി മാറ്റിയെടുക്കാൻ പറ്റും. ഇനിയും ചെറിയ ഉള്ളിയും ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി മാറ്റിയെടുക്കാൻ പറ്റും. അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് 5 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വെക്കുക. 5 മിനിറ്റിന് ശേഷം 2 കൈ കൊണ്ട് ഒന്ന് ഞെരടി എടുത്താൽ മാത്രം മതി. കൈ കൊണ്ട് ഒന്ന് ഞെരടി കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് കാണാൻ പറ്റും ഉള്ളിയുടെ തൊലിയെല്ലാം പെട്ടെന്ന് തന്നെ ഇളകി മാറുന്നത്. ഞാൻ ഈ ഉള്ളിയുടെ 2 സൈഡും മുറിച്ചിട്ടില്ല. ഇങ്ങനെ മുറിക്കാതെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചാൽ എത്ര ദിവസങ്ങൾ ഇരുന്നാലും ഉള്ളി കേടുവരില്ല. പെട്ടെന്ന് കറി വെക്കാനാണെങ്കിൽ ഉള്ളിയുടെ 2 സൈഡും ഒന്ന് മുറിച്ചു കൊടുത്ത ശേഷം വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് ഞെരടി കഴുകിയെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ തോല് മാറിക്കിട്ടും. ഇതിനി 1-2 പ്രാവശ്യം വെള്ളം മാറി കഴുകിയെടുക്കുമ്പോഴേക്കും ഉള്ളി നല്ല ക്ലീനായി തന്നെ കിട്ടും. ഇതിലെ വെള്ളമയം എല്ലാം മാറിയ ശേഷം മാത്രമേ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാവൂ. ഇനി നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഉള്ളി നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുത്ത ശേഷം നല്ല വെയിലത്ത് 1-2 മണിക്കൂർ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. ചൂടോടുകൂടി തന്നെ 2 കൈ കൊണ്ട് ഒന്ന് ഞെരടി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി മാറി വരും. ഇങ്ങനെ എത്ര കിലോ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ആണെങ്കിലും നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ അതിൻ്റെ തൊലി മാറ്റിയെടുക്കാൻ പറ്റും. ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഒരുപാട് ദിവസങ്ങൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റും.